കഴിഞ്ഞ 2 വർഷമായി മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് എന്ന് പറയുന്ന ഒരു വാർത്ത വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സജീവമായിട്ട് ഈ വാർത്ത നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് കേരളത്തിന്റെ കായിക മന്ത്രിയായിട്ടുള്ള വി അബ്ദുൾ റഹ്മാൻ. സത്യത്തിൽ എന്താണ് ഈ 2 വർഷത്തെ കാലയളവിൽ നടന്ന സംഭവങ്ങൾ ഈ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്? ആ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. 2023 ജൂൺ 20-നാണ് അന്നത്തെ AFFന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഷാജി പ്രഭാകരൻ ഒരു മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ഇന്ത്യയിലെത്തി ഒരു ഫ്രണ്ട്ലി കളിക്കാനായിട്ട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ളത്. എന്നാൽ അത് AFF നിരസിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഷാജി പ്രഭാകരൻ പറഞ്ഞത്. അതിനുള്ള കാരണം ഒരു ഭീമമായിട്ടുള്ള തുക അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 32 കോടി മുതൽ 40 കോടി രൂപ വരെ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അന്ന് ചെറിയ തോതിൽ ആരാധകരൊക്കെ നിരാശരായെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിന്റെ റിയാലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2023 ജൂൺ 24-നാണ് AFFന് നടത്താൻ പറ്റില്ലെങ്കിൽ കേരളം റെഡിയാണ് എന്നുള്ള തരത്തിൽ കേരള കായിക മന്ത്രിയായിട്ടുള്ള വി അബ്ദുൾ റഹ്മാൻ അർജന്റീനയെ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. 40 കോടി എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് കാരണം AFF പിന്മാറിയെങ്കിലും അത് കൊടുത്ത് കേരളത്തിലേക്ക് അർജന്റീനയെ എത്തിക്കാൻ വില്ലിംഗ് ആണ് എന്നുള്ള തരത്തിൽ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് ഒരു ലെറ്റർ കായിക മന്ത്രി അയക്കുന്നത്. അതിനുശേഷം പല വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സർക്കാർ എങ്ങനെ ഇത്രയും വലിയൊരു തുക സ്പെൻഡ് ചെയ്യും എന്നുള്ളതായിരുന്നു ആദ്യത്തെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു കൺസേൺ. അതുമാത്രമല്ല, ഫുട്ബോൾ ആരാധകരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആശങ്ക അർജന്റീന വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് സ്റ്റേഡിയത്തിൽ കളിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം ഇന്ത്യൻ ഇന്റർനാഷണൽ താരമായിട്ടുള്ള ആഷിഖ് കുർണിയൻ ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു: സ്വന്തം നാട്ടിൽ തനിക്ക് ട്രെയിൻ ചെയ്യാൻ പോലും ഒരു ഗ്രൗണ്ട് ഇല്ല. ആ സാഹചര്യത്തിലാണ് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കായിക മന്ത്രിയൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ള തരത്തിൽ. അടുത്ത ദിവസം തന്നെ കായിക മന്ത്രി ആഷിഖ് കുർണിയനെ നേരിട്ട് കാണാനെത്തി കാര്യങ്ങളൊക്കെ പരിഹരിക്കുമെന്നുള്ള ഉറപ്പ് നൽകി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി യാതൊരു വിധത്തിലുള്ള പരിഹാരവും കണ്ടെത്തിയിട്ടില്ല. ആ ഒരു സമയത്ത് തന്നെയാണ് സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യം പോലും ഇല്ല എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. അതിനോടൊപ്പം തന്നെ സ്പോർട്സ് മീറ്റ് നടത്താൻ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കേരളത്തിൽ വെച്ച് നടക്കില്ല, മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുന്നു എന്നുള്ള വാർത്തകളും വരുന്നത്. ഈ ഒരു അവസരത്തിൽ എങ്ങനെ 40 കോടി രൂപ കേരള ഗവൺമെന്റ് ചെലവാക്കും എന്നുള്ള ഒരു വലിയ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. ആ സമയത്ത് കായിക മന്ത്രി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഇത് സ്പോൺസർമാരായിരിക്കും ചെലവഴിക്കുന്നത് എന്നുള്ളത്. 2024 ജനുവരി 2-നാണ് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ സൈഡിൽ നിന്ന് അവർ കേരളത്തിൽ വന്ന് കളിക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടി എന്നുള്ള തരത്തിൽ വി അബ്ദുൾ റഹ്മാൻ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ അർജന്റീനയുടെ ഇന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ച് AFFന് യാതൊരു വിധത്തിലുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള വാർത്തയും ആ സമയത്ത് തന്നെ വന്നു. 2024 ജനുവരി 18 ആ ഒരു സമയത്താണ് മറ്റൊരു വാർത്ത വരുന്നത്. 2025 ഒക്ടോബർ മാസത്തിലായിരിക്കും അർജന്റീന കേരളത്തിൽ വന്ന് കളിക്കുന്നുണ്ടാകുക. അതിൽ ഒരു മത്സരം മലപ്പുറത്ത് പുതുതായി പണിയുന്ന ഒരു സ്റ്റേഡിയത്തിലായിരിക്കും കളിക്കുക എന്നുള്ള വാർത്തയും വന്നു. ഇതിൽ ഫുട്ബോൾ ആരാധകർ വളരെ ഒരു ഹാപ്പി ആയിരുന്നു. കാരണം അർജന്റീന കേരളത്തിലേക്ക് വരുന്നൊരു സാഹചര്യത്തിലെങ്കിലും കേരളത്തിൽ ഒരു ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള ഫുട്ബോൾ സ്റ്റേഡിയം ലഭിക്കുമല്ലോ എന്നോർത്ത്. അന്നത്തെ റിപ്പോർട്ട് പ്രകാരം മഞ്ചേരിയിലുള്ള പയ്യനാട് സ്റ്റേഡിയത്തിനടുത്തുള്ള 25 ഏക്കറിൽ 75 കോടി രൂപ ചെലവഴിച്ച് 35,000 കപ്പാസിറ്റിയിലുള്ള ഒരു ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയമാണ് പണിയുന്നത് എന്നുള്ളതായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. 50 ദിവസത്തിനുള്ളിൽ ടെൻഡർ കൊടുത്ത് പണിയൊക്കെ ആരംഭിക്കുമെന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു വാർത്ത. സ്റ്റേഡിയം വരുന്നു എന്നുള്ള കാര്യം ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിലും അന്നേ നമ്മൾ വീഡിയോയിൽ തന്നെ ഒരു കൺസേൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് 75 കോടി രൂപയ്ക്ക് എങ്ങനെ ഫിഫ സ്റ്റാൻഡേർഡുള്ള 35,000 കപ്പാസിറ്റിയുള്ള ഒരു സ്റ്റേഡിയം പണിയും എന്നുള്ളത്. എന്നാൽ 1.5 വർഷങ്ങൾക്ക് ഇപ്പുറം നമുക്കൊരു കാര്യം മനസ്സിലായി, ആ ഒരു സ്റ്റേഡിയം പണിയാനുള്ള ഒരു കല്ല് പോലും ഇതുവരെ ഇട്ടിട്ടില്ല. 2024 സെപ്റ്റംബർ 4-നാണ് കേരള കായിക മന്ത്രിയായിട്ടുള്ള വി അബ്ദുൾ റഹ്മാനും സംഘവും സ്പെയിനിലേക്ക് പറക്കുന്നത്. മറ്റൊന്നിനുമായിരുന്നില്ല, അർജന്റീൻ ഫെഡറേഷന്റെ പ്രതിനിധികളുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താനും അർജന്റീന കേരളത്തിൽ വരുന്നൊരു കാര്യം ഉറപ്പിക്കുന്ന ഒരു തരത്തിലുള്ള മീറ്റിംഗ് ആയിരുന്നു അത് എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു അന്ന് വന്നത്. അതിന്റെ പേരിൽ കേരള ഗവൺമെന്റ് ചെലവഴിച്ചത് ഏതാണ്ട് 13 ലക്ഷം രൂപയാണ് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തേക്ക് വന്നത്. ഈ സെപ്റ്റംബറിലെ യാത്രയ്ക്ക് ശേഷമാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. അർജന്റീന FA
കേരളത്തിൽ മലപ്പുറത്ത് ഫുട്ബോൾ അക്കാഡമീസ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ നമുക്കതൊരു വാഗ്ദാനമായിട്ട് കാണാം അല്ലേ. 2024 നവംബർ 20 മെസ്സിയും അർജന്റീനയും ഉറപ്പായും കേരളത്തിൽ എത്തുമെന്നും 1.5 മാസത്തിനുള്ളിൽ തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികൾ കേരളത്തിലേക്ക് എത്തി കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ള കാര്യം കായിക മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പേജുകളിലൂടെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് വഹിക്കുമെന്നുള്ള കാര്യവും അറിയിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെ പോസിബിൾ ആകും എന്നുള്ള കാര്യം. എന്നാൽ കായിക മന്ത്രി ആ കാര്യത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ 2024 ഡിസംബറിലാണ് നേരത്തെ പറഞ്ഞ സ്പോൺസർമാരല്ല റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് മെയിൻ സ്പോൺസറായിട്ട് വരിക എന്ന് പറയുന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. 2025 ജനുവരി 12 ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സിയും അർജന്റീനയും കേരളത്തിൽ ഉണ്ടാകും, മത്സരങ്ങൾ കളിക്കും, പൊതുവേദിയിലും പ്രത്യക്ഷപ്പെടുമെന്ന് കായിക മന്ത്രി ഒരു വേദിയിൽ പറഞ്ഞു. എന്നാൽ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒക്ടോബർ 25 നവംബർ 2 ഇടയിൽ ഫിഫ കലണ്ടറുകൾ ഓപ്പൺ അല്ല. പിന്നെ എങ്ങനെ ഒരു അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ അർജന്റീന കേരളത്തിൽ എത്തും? മീഡിയയുടെ ചോദ്യത്തിന് കായിക മന്ത്രി പറഞ്ഞ മറുപടി അത് കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ മാത്രം പറഞ്ഞ കാര്യമാണ് എന്നുള്ളതായിരുന്നു. 2025 ജൂൺ 6 അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രതിനിധികൾ ഉടൻ തന്നെ കേരളത്തിൽ എത്തുമെന്നും ഒരു കൂടിക്കാഴ്ച നടത്തിയ ശേഷം മത്സരത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരുമെന്നും അറിയിച്ചു. 2024 നവംബറിലാണ് 1.5 മാസത്തിനുള്ളിൽ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രതിനിധികൾ എത്തുമെന്ന് അറിയിച്ചിരുന്നത്. അന്ന് എത്തിയില്ല, ഇന്ന് എത്തിയില്ല, ഇതുവരെ എത്തിയിട്ടില്ല. ഈ മാസക്കണക്ക് പറയുന്നതിനേക്കാൾ നല്ലത് ഉടൻ എന്ന് പറയുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. മറ്റൊരു കാര്യം കൂടി, ഇതേ ജൂൺ 6 മന്ത്രി വി അബ്ദുറഹ്മാൻ തന്റെ സോഷ്യൽ മീഡിയയിൽ അവസാനമായ ഒരു പോസ്റ്റ് ഇടുന്നത്. അത് ഇങ്ങനെയായിരുന്നു: മെസ്സി വരും ടാ. അതിനു പിന്നാലെ മെസ്സിയും അർജന്റീന സംഘവും ഒക്ടോബറിൽ തന്നെ കേരളത്തിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. ആ സമയത്ത് ആരാധകർക്ക് വീണ്ടും സംശയമുണ്ടായി, മലപ്പുറത്തെ സ്റ്റേഡിയം പണി തുടങ്ങിയിട്ടില്ല, എവിടെ പോയി കളിക്കും? അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലോ ട്രിവാൻഡ്രത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോ ആയിരിക്കും ഈ മത്സരങ്ങൾ കളിക്കുക എന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിൽ എന്താണെങ്കിലും കളി നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ഫുട്ബോൾ ആരാധകർക്ക് ഉറപ്പായും അറിയാമായിരുന്നു. കാരണം അവിടുത്തെ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. ഇനിയുള്ള ഓപ്ഷനാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. നിലവിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം KC ആണ് നോക്കി നടത്തുന്നത്. ആ സമയത്ത് അവർ ICC വുമൻസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു നിലയിൽ കാര്യങ്ങൾ പ്രവർത്തിച്ച് വരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ചില മെൻസ് ഇന്റർനാഷണൽ മത്സരങ്ങളും നടത്താൻ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കോടികൾ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് വിട്ടു നൽകാനാവില്ല എന്നുള്ള തരത്തിൽ KCയുടെ സൈഡിൽ നിന്നും ചില വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ അവിടെ മാസായി അവതരിക്കുകയാണ് നമ്മളുടെ കായിക മന്ത്രി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ആണ്. അപ്പം മത്സരങ്ങൾ എന്താണെങ്കിലും അവിടെ വെച്ച് തന്നെ ഒക്കെ നടത്തും എന്നുള്ളതായിരുന്നു. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഈ 2 മത്സരങ്ങളും നടത്തുന്നുണ്ട്, പിന്നെയല്ലേ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. വാങ്കഡെ എന്നൊന്നും അല്ല പറഞ്ഞത്, വേറെ എന്തോ ആണ് പറഞ്ഞത്. പക്ഷേ വാങ്കഡെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു റിയാലിറ്റി എന്തെന്ന് വെച്ചാൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് ഫുട്ബോൾ മത്സരങ്ങൾ നടത്താറില്ല എന്നുള്ളതാണ്. 2025 മെയ് 16 സ്പോൺസർമാർ പണം അടച്ചാൽ മാത്രമേ അർജന്റീനയും മെസ്സിയും കേരളത്തിലേക്ക് വരൂ, മത്സരങ്ങൾ നടക്കൂ എന്നുള്ള കാര്യം കായിക മന്ത്രി പറഞ്ഞു. അതിനുശേഷം സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ TVയുടെ MD ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു, കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ പണം കൈമാറാൻ കഴിയൂ എന്നുള്ളത്. 2025 ഓഗസ്റ്റ് 4 അർജന്റീനയും മെസ്സിയും കേരളത്തിലേക്ക് ഒക്ടോബറിൽ എത്തില്ല എന്നുള്ള കാര്യം കായിക മന്ത്രി തന്നെ അറിയിക്കുന്നു. ഇതിനു മുമ്പ് തന്നെ ചില വാർത്തകൾ വന്നതാണ്. ഒക്ടോബർ മാസത്തിൽ അർജന്റീന സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത് മറ്റു ചില രാജ്യങ്ങളിലാണ് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലെങ്കിലും റിലയബിൾ ആയിട്ടുള്ള ചില ജേർണലിസ്റ്റുകൾ അത് പറഞ്ഞിരുന്നു. 2025 ഓഗസ്റ്റ് 5 റിപ്പോർട്ടർ TVയുടെ MD ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും പറയുന്നു, ഒക്ടോബർ മാസത്തിൽ അർജന്റീന ടീമിന് കേരളത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത്. 2026 സെപ്റ്റംബറിൽ എത്താമെന്നുള്ളതാണ് പുതുതായി AFA അറിയിക്കുന്നത് എന്നുള്ളതാണ് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത്. 130 കോടി രൂപ AFAക്ക് നൽകിയ ശേഷമാണ് അവർ വാക്കുമാറ്റുന്നത് എന്നുള്ള കാര്യവും ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്. എന്നാൽ അടുത്ത വർഷം നടത്തുകയാണെങ്കിൽ കോൺട്രാക്റ്റും ഈ കൈമാറിയ തുകയും ഇതെല്ലാം സംബന്ധിച്ച് ചില സാങ്കേതിക പ്രശ്നമുള്ളതിനാൽ അത് നടക്കില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബറിൽ വരാമെന്ന ഉറപ്പിലാണ് ഇത്രയും വലിയൊരു തുക കൈമാറുന്നത്. എന്നാൽ പണം കിട്ടിയതിനു ശേഷം അർജന്റീന ഫെഡറേഷൻ വാക്കുമാറ്റി എന്നുള്ളതാണ് പറയുന്നത്. 130 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഈ പറയുന്ന പണം കൊടുത്ത ആളുടെ ഭാഗത്ത് ഉറപ്പായും ന്യായമുണ്ടാകും. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ച ചില കാരണത്താൽ പുള്ളി എയറിലായി. പിന്നെ AFAയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ പല ഇൻസിഡന്റുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില ന്യൂസുകൾ കണ്ടിരുന്നു. ഉറപ്പില്ല, ചില വാർത്തകൾ മാത്രമാണ്. പണം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റിപ്പോർട്ടർ TV ഇതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതോടുകൂടി മറ്റൊരു കാര്യം കൂടി ഉറപ്പിക്കാം, മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ 2 വർഷം നീണ്ട ഒരു മെഗാ സീരിയൽ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് എഴുതുക. മറ്റൊരു കാണിക്കും. ഞാൻ വിഷൻ, സൈനിങ് ഓഫ്.